പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലചന്ദ്രൻ മനുവിനോട് പറയുവാണ്, ഞാൻ ഒന്നും നിന്നോട് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, അതെനിക്കറിയാം, പറഞ്ഞാലും തീരാത്തത്ര ഉള്ളതുകൊണ്ട് പറയണ്ടെന്ന് വെക്കുന്നു, അത്രയല്ലേ ഉള്ളൂ എന്ന്. മനു ഉദ്ദേശിച്ചത് മിക്കവാറും വൈജയന്തിയുടെ ഈ പെരട്ട സ്വഭാവത്തെക്കുറിച്ചായിരിക്കും. ഏതായാലും അത് കേൾക്കുന്ന ബാലേന്ദ്രന് ഇത്തിരി സംശയമൊക്കെ തോന്നുന്നുണ്ട്. കാരണം മനുവിന് എന്തെങ്കിലും അറിയാവോ എന്നോർത്ത്. ഈ സമയം വീട്ടിൽ രോഹിത്തിനോട് സംസാരിക്കുന്ന അലീനെ കാണിക്കുന്നുണ്ട്. മിക്കവാറും അലീനെ അവനെ ഉപദേശിക്കാൻ പോയി കാണും. അത് അവനെ ഇഷ്ടപ്പെട്ടും കാണില്ല. അവൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, നീ എനിക്കിട്ടുണ്ടാക്കാൻ വരണ്ട എന്ന്. കുട്ടികളിൽ സ്നേഹവും കാരുണ്യവും അതുപോലെ സ്വന്തം അച്ഛനോട് പോലും സ്നേഹം തോന്നുന്ന രീതിയിലല്ല വൈജയന്തി മക്കളെ വളർത്തി വെച്ചേക്കുന്നത്. ഏതായാലും വൈകിട്ട് വീട്ടിലോട്ട് വരുന്ന വൈജയന്തിക്ക് അലീനെ അങ്ങ് പിഴിഞ്ഞങ്ങ് കുടിക്കാനുള്ള ദേഷ്യമായിട്ടാണ് വരുന്നത്. എന്നിട്ടും അലീനയുടെയും തലയിൽ കയറുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അതെ, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം, അല്ലെങ്കിൽ ഇതിലപ്പുറം സംഭവിക്കും എന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ്, ഞാൻ എൻ്റെ മക്കളെ വളർത്തിയതിൻ്റെ കുഴപ്പമില്ല, നിൻ്റെ തള്ള നിന്നെ വളർത്താത്തതിൻ്റെ പ്രശ്നമാണ് എന്ന്. അതിന് അലീന എന്താണ് മറുപടി പറയുന്നത് എന്നറിയില്ല. ഏതായാലും വൈജയന്തി വളർത്താത്തത് കൊണ്ട് അലീനയ്ക്ക് ഇത്തിരി തലയ്ക്കകത്ത് വെളിച്ചമൊക്കെ ഉണ്ട്. പിന്നീട് മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് ആകെ വിഷമാട്ടോ. മുത്തശ്ശി പറയുവാണ്, ഈ വീട് ശരിക്കും ഇപ്പോൾ ഒരു ഭ്രാന്താലയം പോലെയായി, പ്രേതാലയം പോലെയായി. ഇനിയിപ്പോൾ ഇത് ശരിയാകണമെങ്കിൽ വൈജയന്തി മനസ്സ് വെക്കണമെന്ന് പറയുന്നുണ്ട്. അതങ്ങനെ മനസ്സ് വെക്കുന്ന സൈസ് അല്ലാത്തത് കൊണ്ട് ആ ഒരവസ്ഥയ്ക്ക് ഉടനെയൊന്നും മാറ്റം വരില്ല. അതുപോലെ ഡോക്ടർമാർ ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. അവർ ബാലേന്ദ്രനെ ഓർമ്മിപ്പിക്കുവാണ്, ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല ശ്രദ്ധ വേണം, കരുതൽ വേണം, എപ്പോഴും കൂടെ ഒരു ശത്രു ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുവാണ്. കാരണം ഹാർട്ട് അറ്റാക്കാണ് വന്നത്, അതിനി എപ്പോൾ വേണമെങ്കിലും വീണ്ടും വരാം, അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു.